ഹായ് ഫ്രണ്ട്സ്, പാറൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കോവയ്ക്ക് വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. നമുക്ക് മീൻകറിയുടെ അതേ ടേസ്റ്റിൽ മീനില്ലാത്ത ദിവസങ്ങളിലെല്ലാം ഇതുപോലൊരു കറി വയ്ക്കുകയാണെങ്കിൽ ചോറിനോടെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് കോവയ്ക്ക് ഇതുപോലെ നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാളയാണ്, 3 പച്ചമുളക്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കുടംപുളിയാണ്. ഒരു 2 കഷ്ണം കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുകിട്ട് പൊട്ടിയ ശേഷം കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചതും പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെയുള്ള കറികളൊക്കെ ഇതുപോലെ മൺചട്ടി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. ഇതിപ്പോൾ നമ്മൾ മീൻ കറിയുടെ ടേസ്റ്റ് വയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ മീൻ വയ്ക്കുന്ന ചട്ടിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത്. സവാളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. മീനൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഉള്ളി ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് മെഴുക്കുവരട്ടിക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ അത്രയും നമുക്ക് വഴണ്ടി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ടൊരു അരമുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ഈ കോവയ്ക്കയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുതിർക്കാൻ വെച്ചിരിക്കുന്ന കുടംപുളി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ കുടംപുളി ഇഷ്ടമല്ലാത്തവർക്ക് ഈ സമയത്ത് പിഴിപുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അതായത് വാളംപുളി. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ കറി ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം. അതാണ് ഇതിൻ്റെ പാകം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവശ്യത്തിന് ചാറോട്, നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കോവയ്ക്ക കറിയാണ്. ഈ ഒരു ഐറ്റം മാത്രം മതി, നമുക്ക് എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാം. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. Thank you for watching.